الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. باب النهي عن تناجي اثنين دون الثالث بغير إذنه إلا لحاجة، وهو أن يتحدث سرا بحيث لا يسمعهما، وفي معناه ما إذا تحدث بلسان لا يفهمه. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളെ, മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി റിയാദുസ്സാലിഹീനിലൂടെ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായും പാലിക്കേണ്ടുന്ന സദ്ഗുണങ്ങളെയും അതിന് വിരുദ്ധമായി മാറുന്ന ദുർഗുണങ്ങളെയും വളരെയേറെ ജാഗ്രതയോടുകൂടി കൈകാര്യം ചെയ്യണം എന്ന് നമുക്ക് ബോധവൽക്കരണം നടത്തുന്ന അധ്യായങ്ങളിലൂടെയാണ് നമ്മുടെ ഈ ഹദീസ് ക്ലാസ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് കേൾക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള അധ്യായം അന്നഹിയു അൻ തനാജിസ്നൈനി. അന്നഹിയു വിരോധിക്കൽ, വിരോധിച്ചിട്ടുണ്ട്, വിരോധിക്കുന്നതിൻ്റെ അധ്യായം. അൻ തനാജിസ്നൈനി, രണ്ടാളുകൾ സ്വകാര്യ സംഭാഷണം നടത്തൽ. തനാജ, രണ്ടാളുകൾ പരസ്പരം സ്വകാര്യ ഭാഷണം നടത്തുക. അതിൽ നിന്നുള്ളതാണ് മുനാജാത്ത്, സ്വകാര്യ ഭാഷണം. ആ നിലക്ക് ഇസ്നൈനി, രണ്ടാളുകൾ സ്വകാര്യമായി സംഭാഷണം നടത്തൽ പാടില്ലാത്തതാണ്, അത് വിരോധിക്കപ്പെട്ടതാണ്. ദൂനസ്സാലിസി, മൂന്നാമനെ കൂടാതെ. ബിഗൈരി ഇദ്നിഹി, അയാളുടെ സമ്മതമില്ലാതെ. ഇല്ലാലി ഹാജത്തിൻ, ചില ആവശ്യങ്ങളുണ്ടെങ്കിൽ അല്ലാതെ. വഹുവ, എന്താണ് ഈ തനാജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സ്വകാര്യ ഭാഷണം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അൻ യതഹദ്ദസാ സിർറൻ, രണ്ടാളുകൾ തമ്മിൽ സംസാരിക്കുന്നു. ഏത് നിലക്ക്? ബിഹൈസു ലാ യസ്മഉഹുമ, മൂന്നാമൻ ഇവർ രണ്ടാളും പറയുന്നത് എന്താണ് കേൾക്കാതെയാണ് ഇവർ രണ്ടാളും സംസാരിക്കുന്നത്. അതിനാണ് സ്വകാര്യ ഭാഷണം, നജ്വ എന്നൊക്കെ പറയുന്നത്. ഇതിനെക്കുറിച്ചാണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കുവാനുള്ളത്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പതിവ് ശൈലി അനുസരിച്ച് അദ്ദേഹം ഇതിൽ ഒന്നാമതായി ഒരായത്താണ് തെളിവായി നൽകിയിട്ടുള്ളത്. ഖാല അല്ലാഹു തആല ഇന്നമൻ നജ്വാ മിനശ്ശൈത്വാൻ, തീർച്ചയായും സ്വകാര്യ ഭാഷണം ശൈത്താനിൽ നിന്നുള്ളതാണ്. സൂറത്തുൽ മുജാദല. ഇവിടെ വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുജാദലയിൽ ഈ ആയത്ത് പരാമർശിക്കപ്പെട്ട ഇടങ്ങളിൽ വിശദമായി തന്നെ ഇക്കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. സ്വകാര്യം പറയുക എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്ന, നേരത്തെ എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. മൂന്നാളുകൾ ഒരിടത്തുണ്ടായിരിക്കുമ്പോൾ അതിൽ രണ്ടാൾ മാത്രം സ്വകാര്യം പറയലാണ് ഈ പറയുന്നത്. ഇനി മൂന്നാൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. നാലാളുണ്ടെങ്കിൽ ഒരാളെ ഒഴിവാക്കിയിട്ട് മൂന്നാൾ സ്വകാര്യം പറയാം. ഇനി അതുമല്ലെങ്കിൽ അഞ്ചാളുണ്ടെങ്കിൽ ഒരാൾ ഒഴിവാക്കി നാലാൾ സ്വകാര്യം പറയാം. ആ ആളിന് മാറ്റി നിർത്തുകയാണ്. എത്ര ആളുകളുണ്ടെങ്കിലും അതിൽ ഒരാളെ മാറ്റി നിർത്തിയിട്ട് മറ്റുള്ളവരൊക്കെ ആ ആളുകളെ മാറ്റി നിർത്തിയിട്ട് അയാൾ കേൾക്കാത്ത നിലയ്ക്ക് സ്വകാര്യ ഭാഷണം നടത്തുന്നത്, അതിനെക്കുറിച്ച് നമുക്ക് അല്പം വിശദമായി ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുജാദല, ഇവിടെ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തെളിവായി നൽകിയിട്ടുള്ള സൂറത്തുൽ മുജാദലയിലെ 10-ാമത്തെ ആയത്തിൽ, ആ 10-ാമത്തെ ആയത്ത് പറയുന്നതിൻ്റെ മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുമ്പ് തന്നെ എന്തു പറഞ്ഞിട്ടുണ്ട്?
അതുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു കാര്യത്തെ സംബന്ധിച്ചും കൃത്യമായി അറിവുള്ളവനാണ്. റഹ്മാനായ റബ്ബിൻ്റെ നിന്ന് അവൻ അറിയാതെ, അവൻ കേൾക്കാതെ, അവൻ മനസ്സിലാക്കാതെ ഒന്നും ഇവിടെ ആർക്കും ഒന്നും പ്രവർത്തിക്കാനോ പറയുവാനോ സാധ്യമല്ല. സൂറത്തുൽ മുജാദലയിലെ 7-ാമത്തെ ആയത്ത് മുതൽ അള്ളാഹു ഇക്കാര്യം വിശദീകരിക്കുന്നുണ്ട്. അവിടെ പറയുന്നതിൻ്റെ ഒരു ചുരുക്കം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. 7, 8, 9, 10 ആയത്തുകളിലൊക്കെ ഇക്കാര്യം പറയുന്നുണ്ട്. അത് മുഴുവനായി ഞാൻ ഓരോന്നും വിശദീകരിക്കുന്നില്ല, സൂചനകൾ കൊണ്ട് മതിയാക്കുകയാണ്. 7-ാമത്തെ ആയത്തിൽ എന്താണ് അള്ളാഹു പറയുന്നത്? അവർക്കറിയില്ലേ അള്ളാഹു ആകാശഭൂമികളിലുള്ളതെല്ലാം നന്നായി അറിയുന്നവനാണെന്ന്? ആരെങ്കിലും ഒരാൾ 3 ആളുകൾ കൂടി ഒരു സ്വകാര്യ ഭാഷണം നടത്തുകയാണെങ്കിൽ 4-മനായി അവിടെ അള്ളയുണ്ട്. ഇല്ലാഹു റാബിഉഹും. 3 ആൾ കൂടി ഒരു സ്വകാര്യ സംഭാഷണം നടത്തുമ്പോൾ 4-മനായി അവിടെ അള്ളയുണ്ടെന്നവർ ഓർക്കണം. അതേപോലെ തന്നെ വലാ ഹംസത്തിൻ ഇല്ലാഹു വസാദിസുഹും. 5 ആളുകൾ കൂടി ഒരു സ്വകാര്യ ഭാഷണം നടത്തുകയാണെങ്കിൽ 6-മനായി അള്ളയുണ്ട്. ഇനി അതിനേക്കാൾ എണ്ണ കൂടുതലുണ്ടെങ്കിലും എണ്ണം കുറവാണെങ്കിലുമൊക്കെ അള്ളാഹു അവരെവിടെയാണെങ്കിലും അവരുടെ സംസാരങ്ങൾ ശ്രവിച്ചും കേട്ടും കണ്ടും ഇരിക്കുന്നുണ്ട്. റഹ്മാനായ റബ്ബ് എല്ലാം അറിയുന്നുണ്ട് എന്നുള്ള വിവരം അവർ മനസ്സിലാക്കിയിട്ടില്ലേ? നീ അറിയുന്നില്ലേ? മാത്രമല്ല, എന്നിട്ട് അവരെന്താണ് ഈ കൂടിയിട്ട് സ്വകാര്യ ഭാഷണത്തിൽ പറഞ്ഞത് എന്നൊക്കെ ആർക്കറിയില്ലെങ്കിലും അള്ളാഹു അത് അറിയുന്നുണ്ട്. ഖിയാമത്ത് നാളിൽ അവരുടെ ചെയ്തികളെ സംബന്ധിച്ച് അള്ളാഹു അവർക്ക് വിവരം നൽകുന്നതാണ്. കാരണം അള്ളാഹു എല്ലാ കാര്യത്തെ സംബന്ധിച്ചും വളരെ വ്യക്തമായി അറിവുള്ളവനാണ്. ഇതാണ് ഇപ്പോൾ 7-ാമത്തെ ആയത്തിൽ സൂറത്തുൽ മുജാദലയിൽ അള്ളാഹു പറയുന്നത്. തീർന്നില്ല. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലഘട്ടത്തിലെ യഹൂദികൾക്ക്, അവിടുന്ന് മദീനയിലെത്തിയപ്പോൾ അവിടെ യഹൂദികളുണ്ട്. അവിടെയുള്ള യഹൂദികൾക്കും മുനാഫിക്കുകൾക്കുമൊക്കെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബത്തും മക്കയിൽ നിന്ന് മദീനയിലെത്തി. അവരവിടെ പുതിയ ആളുകളാണല്ലോ മദീനയിൽ. ആ ഘട്ടത്തിൽ അവിടെയുണ്ടായിരുന്ന യഹൂദികളും മുനാഫിക്കീങ്ങളുമൊക്കെ അവർ ചെയ്തിരുന്ന ചില പരിപാടി എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ വിശ്വസിച്ച മുഅ്മിനീങ്ങൾ അവരിയ്ക്കുന്ന സദസ്സുകളുടെ സമീപത്തുകൂടെ കടന്നു പോകുമ്പോൾ ഇവരെന്ത് ചെയ്യും? അവർ കേൾക്കാതെ അങ്ങനെ കുശുകുഷ്കണമായി കാണിക്കും. മുഅ്മിനീങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ സ്വകാര്യം പറയും. അപ്പം അതിലൂടെ എന്തു ചെയ്യും? ഈ പോകുന്ന വിശ്വാസിയുടെ മനസ്സിലൊരു വേദന ഉണ്ടാക്കും. നമ്മളെപ്പറ്റി എന്തോ ഗൂഢാലോചനയാണ് ആ പറയണത്, നമ്മളെപ്പറ്റി എന്തോ കുതന്ത്രം പ്രയോഗിക്കുകയാണ് അവർ, നമുക്കെതിരെ എന്തോ രൂപത്തിലുള്ള സംസാരമാണ് ഇപ്പോൾ നടത്തുന്നത്. അത് വിശ്വാസിയുടെ മനസ്സിൽ എന്തുണ്ടാക്കും? വേദന ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, അങ്ങനെ നിങ്ങൾ ചെയ്യാൻ പാടില്ല. അതിനെക്കുറിച്ചാണ് സൂറത്തുൽ മുജാദലയിലെ 8-ാമത്തെ ആയത്ത്. 10-ാമത്തെ ആയത്താണ് നവവി ഇമാം തെളിവായി നൽകിയത്. അങ്ങോട്ടാണ് ഞാൻ വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ വിഷയം ശരിക്കും ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള സ്വകാര്യ ഭാഷണങ്ങൾ വിരോധിക്കപ്പെട്ടിട്ടും വീണ്ടും അതിലേക്ക് മടങ്ങിപ്പോകുന്ന ആളുകളെ നീ കാണുന്നില്ലേ എന്നാണ് 8-ാമത്തെ ആയത്തിൽ അള്ളാഹു ചോദിക്കുന്നത്. അവർ ഗൂഢാലോചന നടത്തുന്നു. തെറ്റായ പരസ്പരം ശത്രുതയുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹിനോടുള്ള ധിക്കാരത്തിൻ്റെ കാര്യങ്ങളൊക്കെയാണ് അവർ സ്വകാര്യം കൂടിയിട്ട് പറയുന്നത്. മാത്രമല്ല, മുനാഫിക്കീങ്ങൾക്ക് യഹൂദികൾക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു. യഹൂദികളുടെ ഒരു സ്വഭാവം കൂടി എടുത്തു പറയാണ്. അവർ നിൻ്റെ അടുക്കൽ വന്നാൽ അള്ളാഹു നിനക്ക് പഠിപ്പിച്ചു തന്ന ആ ഒരു തഹയ്യത്തിൻ്റെ വാചകമല്ല അവർ പറയുക. യഹൂദികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കാണുമ്പോൾ സലാം പറയുക അസ്സലാമു അലൈക്കും എന്ന് ധ്വനിപ്പിക്കുന്ന വിധത്തിൽ എന്ത് പറയും? അസ്സാമു അലൈക്കും. സ്പീഡിലാണ് പറയും അസ്സാമു അലൈക്കും. അസ്സലാമു അലൈക്കും എന്നുള്ളതിൻ്റെ നേർ വിപരീത അർത്ഥമാണ് അസ്സാമു എന്നാ അവർ പറയുന്നത്. ലാമില്ല, ലാമോ അലിഫോ ഇല്ല. അസ്സാമു എന്ന് പറഞ്ഞാൽ അൽ മൗത്ത് എന്നാണ്. നീ തൊലയട്ടടാ മുഹമ്മദേ, നീ മരിച്ചു പോകട്ടടാ, നീ നശിച്ചു പോകട്ടടാ എന്നാണ് ആ പറയുന്നത്. അസ്സാമു അലൈക്കും എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ യഹൂദികൾ വന്നിട്ട് റസൂലുള്ളാഹിനോട് മോമിനീങ്ങളോടൊക്കെ എന്താ പറയും? അസ്സാമു അലൈക്കും എന്ന് പറയും. എന്നിട്ട് മാത്രമല്ല, അവരെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അവരത് പറഞ്ഞിട്ട് പറയും, നമ്മൾ ഈ പറയുന്നത് ഒരു നബിയെക്കുറിച്ചാണ്, നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും അള്ളാഹ് നമ്മളെ എന്തുകൊണ്ട് ശിക്ഷിക്കുന്നില്ല എന്ന്. നമ്മൾ മുഹമ്മദിനോട് നമ്മൾ ഇങ്ങനെയൊക്കെ പറയണ്ടല്ലോ, അത് മുഹമ്മദിനത് മനസ്സിലാകുന്നില്ലല്ലോ. അള്ളാഹ് നമ്മളെ ശിക്ഷിക്കുന്നൊന്നുമില്ലല്ലോ, നബിയൊന്നും അല്ല എന്നിങ്ങനെ പറഞ്ഞു പരിഹസിക്കാറും പതിവുണ്ട്. അതിന് അള്ളാഹു കൊടുത്ത മറുപടി ഹസ്ബുഹും ജഹന്നം എന്നാണ്.
അവർക്ക് ജഹന്നം മതി, അതിലവർ കടന്നെരിയുന്നതാണ്. അതെത്ര മോശമായ സങ്കേതമാണ്. ഇതെവിടെ പറഞ്ഞതാ? സൂറത്ത് മുജാദല 8-ാമത്തെ ആയത്ത്. ഇനി 9-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയാണ്, സത്യവിശ്വാസികളെ, നിങ്ങൾ സ്വകാര്യ ഭാഷണം നടത്തുകയാണെങ്കിൽ തെറ്റോ ശത്രുതയുണ്ടാക്കുന്നതോ റസൂലുള്ളാഹിനോട് ധിക്കാരത്തിൻ്റെ വിഷയങ്ങളോ നിങ്ങൾ ഒരിക്കലും സ്വകാര്യ ഭാഷണം നടത്തരുത്. മറിച്ച് നിങ്ങളങ്ങനെ സ്വകാര്യമായി കൂടിയിരിക്കേണ്ടി വരികയാണെങ്കിൽ വതനാജൗ ബിൽ ബിർരി വത്തഖ്വ, പുണ്യത്തിൻ്റെയും തഖ്വയുടെയും കാര്യങ്ങളിലെ നിങ്ങൾ സ്വകാര്യ ഭാഷണത്തിന് വേണ്ടി ഇരിക്കാവൂ. വത്തഖുല്ലാഹല്ലദീ ഇലൈഹി തുഹ്ശറൂൻ, അവങ്കലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുന്നത്, ആ അള്ളാഹനെ നിങ്ങൾ സൂക്ഷിക്കണം. അപ്പം ഇസ്ലാമിൽ ഇങ്ങനെ സ്വകാര്യമായിട്ടൊരു ഭാഗത്ത് മറ്റാളുകൾ അറിയാതെ ഒരു യോഗം ചേരുന്നതോ അല്ലെങ്കിൽ അവിടെ മറ്റുള്ളവരെ എല്ലാവരെയും പങ്കെടുപ്പിക്കാതെ ഒരു യോഗം ചേരുന്നതോ തെറ്റൊന്നുമല്ല. അത് സൂറത്തുൻ നിസായിൽ അല്ലാഹു തആല കൃത്യമായി വേറെയും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സൂറത്തുൻ നിസായിൽ കാണാൻ സാധിക്കും, ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസ്വദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനൻ നാസ് വമൻ യഫ്അൽ ദാലിക ഇബ്തിഗാഅ മർദാത്തില്ലാഹ് ഫസൗഫ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല പറയുന്നുണ്ട്, നിങ്ങൾ സ്വകാര്യ ഭാഷണം നടത്തുകയാണെങ്കിൽ അത് നന്മയുടെ കാര്യത്തിലാവണം. ഇവിടെ നമ്മൾ കേട്ടല്ലോ, നിങ്ങൾ സ്വകാര്യ ഭാഷണം നടത്തരുത് നല്ല കാര്യങ്ങളിലല്ലാതെ. കുറ്റത്തിൻ്റെയും ശത്രുത വളർത്തുന്നയും കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളങ്ങനെ സ്വകാര്യ ഭാഷണം നടത്തരുത്. സ്വകാര്യ ഭാഷണം നടത്തുകയാണെങ്കിൽ നന്മയുടെ കാര്യത്തിലേ പറ്റൂ. ആ നന്മകൾ ഏതൊക്കെയാണെന്ന് വിശദീകരിച്ചു സൂറത്തുൻ നിസാ. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി തന്നെ പറഞ്ഞുവെന്ന്, ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും, സൂറത്തുൻ നിസായിലെ 114-ാമത്തെ ആയത്ത്. അവരുടെ സ്വകാര്യ സംഭാഷണങ്ങളിൽ ഒരു ഖൈറുമില്ല. ഖൈറല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയാണ് യഹൂദികളും മുനാഫിക്കീങ്ങളും അന്ന് മോമിനീങ്ങൾ കാണാതെ യോഗം ചേർന്നിരുന്നത്. അതുകൊണ്ട് സ്വകാര്യമായി നിങ്ങൾ യോഗം ചേരുന്നോ, നിങ്ങൾ സംസാരിക്കുന്നുവോ, കൂട്ടം കൂടിയിരിക്കുന്നുവോ, അതിൽ ഒരു ഖൈറുമില്ല, നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ ഒഴികെ. എന്നിട്ട് 2-3 കാര്യങ്ങൾ പറഞ്ഞു. ഇല്ലാമൻ അമറ ബിസ്വദഖ, സ്വദഖയെ പ്രേരിപ്പിക്കുന്ന, ദാനധർമ്മങ്ങൾക്ക് കൽപ്പിക്കുന്ന അത്തരത്തിലുള്ള വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ അത് തെറ്റല്ല. ഔ മഅറൂഫിൻ, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ഏത് തീരുമാനിക്കാനും ഏത് നല്ല കാര്യങ്ങൾ ആലോചിക്കാനും നിങ്ങൾക്കങ്ങനെ കൂടിയിരിക്കാം. ഔ ഇസ്ലാഹിൻ ബൈനന്നാസ്, അല്ലെങ്കിൽ തമ്മിൽ തെറ്റി നിൽക്കുന്ന ജനങ്ങളെ രഞ്ജിപ്പിലെത്തിക്കുവാൻ വേണ്ടിയുള്ള ആവശ്യങ്ങൾക്കും വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ കൂടിയിരിക്കാം. ഇതൊക്കെ ആരെങ്കിലും വമയഫ്അൽ ദാലിക ഇബ്തിഗാഅ മർദാത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഇപ്രകാരം ആരെങ്കിലും ചെയ്യുന്നുവെങ്കിൽ അവർക്ക് വമ്പിച്ച പ്രതിഫലം അള്ളാഹു നൽകുന്നതാണ്. ഇത് സൂറത്തുൻ നിസായിൽ 114-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്. ഈ സൂറത്ത് മുജാദലയിലെ ആയത്തുകളിലും പറയുന്ന വിഷയം അത് തന്നെയാണ്. അതുകൊണ്ട് ഇതിൽ കവിഞ്ഞ് ഇതല്ലാത്ത ലക്ഷ്യത്തിന് വേണ്ടി സത്യവിശ്വാസികളെ ദുഃഖിപ്പിക്കാനും അവരെ പേടിപ്പിക്കാനും അവരെ വേദനിപ്പിക്കാനും വേണ്ടി മാത്രം ശത്രുക്കൾ എന്തു ചെയ്യുന്നു, വിശ്വാസികളെ കാണുമ്പോൾ ഇങ്ങനെ സ്വകാര്യം പറയുന്ന രൂപത്തിൽ അഭിനയിക്കും, അല്ലെങ്കിൽ അവർ സ്വകാര്യത്തിൽ ഏർപ്പെടും. എന്നിട്ട് മറ്റുള്ളവരെ മുഖത്തേക്ക് നോക്കിയിട്ടൊരു കണ്ണുകൊണ്ട് ഗോഷ്ഠിയൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ അവരെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ പോകുന്ന മനുഷ്യൻ അവൻ്റെ മനസ്സിൽ, വിശ്വാസിയുടെ മനസ്സിൽ എന്തുണ്ടാക്കുകയാണ്, ഒരു ദുഃഖം ഉണ്ടാക്കുകയാണ്. കണ്ടോ, അവരെന്നെ മാറ്റി നിർത്തിയിട്ട് നമ്മളെക്കുറിച്ച് പറയുന്നത് നമുക്കെതിരെ എന്തോ ഗൗരവമായ സീരിയസ് ആയ എന്തോ തീരുമാനം എടുക്കാൻ പോകുന്നു, നമ്മളെ തകർക്കാനും നശിപ്പിക്കാനും മദീനയിൽ നിന്ന് നമ്മളെ എന്തോ ദുരന്തം നമുക്ക് വരാനിരിക്കുന്നു, അതിനവർ പ്ലാൻ ചെയ്യുകയാണ്, ഗൂഢാലോചന നടത്തുകയാണ് എന്നൊക്കെ വരുത്തലായിരുന്നു അവരുടെ എന്ത് ലക്ഷ്യം. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഇനിയാണ് സൂറത്ത് മുജാദലയിലെ 10-ാമത്തെ ആയത്ത്, ഇന്നമൻ നജ്വാ മിനശ്ശൈത്താൻ, ഇന്നമൻ നജ്വാ മിനശ്ശൈത്താൻ, തീർച്ചയായും സ്വകാര്യ ഗൂഢാലോചന അതാരിൽ നിന്നുള്ളതാണ്, മിനശ്ശൈത്താൻ, ശൈത്താനിൽ നിന്നുള്ളതാണ്. ഇത് പറയാൻ വേണ്ടിയാണ് ഞാനിതിൻ്റെ മുമ്പുള്ള ആയത്തുകളൊക്കെ പറഞ്ഞത്. അപ്പോൾ സ്വകാര്യമായിട്ട് എവിടെ ഇരിക്കാൻ പാടില്ലേ, ആ സംശയം നമുക്കുണ്ടാവാതിരിക്കാനാണ് തുടക്കം മുതലുള്ള ആയത്തുകൾ പറഞ്ഞത്. അപ്പോൾ നമുക്കൊരു മീറ്റിംഗ് കൂടാൻ പാടില്ലേ, ഒരുമിച്ചിരിക്കാൻ പാടില്ലേ, എല്ലാവരും വിളിച്ചു വരുത്തിയിട്ട് നമുക്കൊരു കാര്യം തീരുമാനിക്കാൻ പറ്റുമോ, യോഗം ചേരാൻ പറ്റുമോ, സംസാരിക്കാൻ പറ്റുമോ? അപ്പോൾ പ്രധാനപ്പെട്ട കുറച്ച് ആളുകൾ, ഇപ്പോൾ ഒരു സ്ഥാപനം, ഈ സ്ഥാപനത്തിന് അതിൻ്റെ ഒരു ബോഡി ഉണ്ടാവില്ലേ, അവരൊരുമിച്ച് കൂടിയിരിക്കുമ്പോൾ മറ്റുള്ളവർ അപ്പോൾ അത് പാടില്ലേ?
ഒരു ഒരു രാഷ്ട്രത്തിന് അതിൻ്റേതായ കാര്യങ്ങളുണ്ടാകും, ഒരു രാജ്യത്തിനുണ്ടാകും, ഒരു സ്ഥാപനത്തിനുണ്ടാകും, ഒരു കുടുംബത്തിനുണ്ടാകും, എല്ലാവർക്കും ഉണ്ടാകും. അതിനൊന്നും തെറ്റില്ല. പിന്നെ ഇന്നമന്ന ജുവാമിന് ശൈത്താൻ എന്ന് പറഞ്ഞത് എന്താണ്? അത് പ്രത്യേക വേറെ കാര്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ അള്ളാഹു അതെടുത്ത് പറയുന്നത് അന്നജുവാമിന ശൈത്താൻ. സ്വകാര്യ ഭാഷണം, സ്വകാര്യ കൂടിയിരിക്കൽ മിന ശൈത്താൻ, ശൈത്താനിൽ എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ അത് ശൈത്താനാണ് മനുഷ്യന് പ്രേരണ കൊടുക്കുന്നത്. എന്ത്? അവരതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അത്തരം കൂടിയിരുത്തം കൊണ്ടും സ്വകാര്യ ഭാഷണം കൊണ്ടും അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? ലിയഹ്സുനല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ ദുഃഖിപ്പിക്കാനാണ് അവരാ പണി ചെയ്യുന്നത്. അപ്പോൾ വിശ്വാസികളെ സങ്കടപ്പെടുത്താൻ വേണ്ടിയുള്ള സ്വകാര്യ ഭാഷണം പാടില്ല. അതിന് ആ ആയത്തിൽ തന്നെ അള്ളാഹു പറയുന്നുണ്ട് വലൈസ ബിളാരിഹിം ശൈആ. അള്ളാഹ് പറയണ ഇതുകൊണ്ടൊന്നും അവർക്ക് ഒരു ചുക്കും ഒരു ഉപദ്രവവും ആർക്കും വരുത്താനൊന്നും കഴിയൂല. ഇല്ലാബി ഇതിനില്ല, അള്ളാഹുവിൻ്റെ അനുവാദപ്രകാരമല്ലാതെ. റബ്ബ് വിധിച്ചിട്ടുണ്ടെങ്കിലേ ആര് എന്ത് ഗൂഢാലോചന നടത്തിയാലും നമുക്കത് ഏൽക്കുകയുള്ളൂ. അതുകൊണ്ട് അത്തരം ഗൂഢാലോചന കാണുമ്പോൾ, അത്തരം സ്വകാര്യ ഭാഷണങ്ങൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയുമ്പോൾ പേടി തോന്നുന്നുവെങ്കിൽ വിശ്വാസി അതിന് സ്വീകരിക്കേണ്ടുന്ന മറുമരുന്ന് എന്താണ്? അതാണ് അള്ളാഹു ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ പറയുന്നത് വഅലല്ലാഹ് ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. സത്യവിശ്വാസികളായ ആളുകൾ അള്ളാഹുവിൽ പരിപൂർണമായും തവക്കുലാക്കട്ടെ. റബ്ബിൽ തവക്കുലാക്കുക. ആരെന്ത് തീരുമാനം ലോകത്തെടുത്താലും എനിക്കതൊന്നും ഏശാൻ പോകുന്നില്ല, കാരണം റഹ്മാനായ റബ്ബാണ് എല്ലാം തീരുമാനിക്കുന്നത് എന്നവൻ അടിയുറച്ച് വിശ്വസിക്കുന്നതോടുകൂടി അവൻ്റെ മനസ്സിൽ നിന്ന് ആ ഭയം എന്തു ചെയ്യും? നീങ്ങിപ്പോകും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, വഅലം, നീ അറിയണം, അന്നൽ ഉമ്മത്ത, ഒരു സമുദായം മുഴുവനും ലവിജ്തമഉ വലാ അൻ യൻഫഉക ബിശൈഇൻ, നിനക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യണമെന്ന് ഒരു കൂട്ടം ആളുകൾ മുഴുവനും ഉദ്ദേശിച്ചു. എന്നാലോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലാ ബിശൈഇൻ ഖദ് ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹുല്ലാഹു ലക, അല്ലാഹ് നിനക്ക് തീരുമാനിച്ചിട്ടുള്ള ഉപകാരം എന്താണോ അതല്ലാതെ ഇവിടെ ആര് വിചാരിച്ചാലും നിനക്ക് ചെയ്തു തരാൻ കഴിയൂല. അതിൻ്റെ നേരെ എതിർവശവും പറഞ്ഞു. ഇനി ഏതെങ്കിലും ഒരു കൂട്ടം ആളുകൾ മുഴുവനും കൂടിയാണ് തീരുമാനമെടുത്തു നിന്നെ നശിപ്പിക്കാൻ, നിനക്കൊരു ഉപദ്രവം വരുത്താൻ. അവിടെ നമ്മളെന്താണ് മനസ്സിനെ പഠിപ്പിക്കേണ്ടത്? അള്ളാഹു എനിക്ക് തീരുമാനിച്ചിട്ടുള്ള ഒരു ഉപദ്രവമോ അല്ലെങ്കിൽ ഒരു എന്താണോ എനിക്ക് ഏൽക്കാൻ ഉദ്ദേശിച്ച ഒരു ഞാൻ ഇഷ്ടപ്പെടാത്ത കാര്യം അതെന്താണോ അത് എൻ്റെ റബ്ബ് വിധിച്ചതല്ലാതെ ആരെക്കൊണ്ടും ഇവിടെ ചെയ്യാൻ കഴിയൂല. ഇത് നമ്മുടെ തവക്കുലിൻ്റെ ഭാഗമാണ്. ഇത് 5 നേരത്തെ നിസ്കാരത്തിൻ്റെ പിറകെയും നമ്മൾ പറയുന്നുണ്ട്. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅ്ത. അല്ലാഹുവേ, ലാ മാനിഅ ലിമാ അഅ്തൈത, നീ കൊടുത്തത് തടയാൻ മുടക്കാൻ ഒരാളുമില്ല. വലാ മുഅ്തിയ ലിമാ മനഅ്ത, നീ മുടക്കിയത് കൊടുക്കാനും ഒരാൾക്കും കഴിയൂല. അത് നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ്, അത് നമ്മുടെ അഖീദയുടെ ഭാഗമാണ്. അത് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാൾക്ക് എന്തിനാണ് ടെൻഷൻ എന്നാണ് നമ്മൾ ചോദിക്കേണ്ടത്. നമ്മളോട് ചോദിക്കണം. എനിക്ക് ടെൻഷൻ വരുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് മാനസികമായി സംഘർഷം അനുഭവിക്കുമ്പോൾ സ്വയം ഉത്തരം കണ്ടെത്തേണ്ടത് അങ്ങനെയാണ്. എന്താണ് എൻ്റെ ടെൻഷൻ്റെ പ്രശ്നം? എന്താണ് എൻ്റെ മാനസികമായ വിഷമത്തിൻ്റെ കാരണം? ആ കാരണം ആദ്യം കണ്ടെത്തണം. അത് കണ്ടെത്തിയിട്ട് പിന്നെ ഞാൻ എൻ്റെ മനസ്സിനോട് ചോദിക്കണം, നീ എന്തിനാ ബേജാറാകുന്നത്? എന്താ ബേജാറ്? ഒരു നന്മ എനിക്കൊന്നുകിൽ ഒരു ഉപകാരം വരാൻ പോണത് എനിക്ക് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച ഒരു കാര്യം എനിക്ക് കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഞാൻ വിചാരിക്കാത്ത എന്തോ ഒരു അസുഖകരമായൊരു കാര്യം എനിക്ക് ബാധിച്ചിട്ടുണ്ടാകും. അതിൻ്റെ പേരിലാകും ടെൻഷൻ. ഇതിൽ ടെൻഷനാവേണ്ട കാര്യം എന്താണ്? അള്ളാഹു വിധിച്ചതല്ലാതെ നടക്കുമോ? ആരെന്ത് തീരുമാനിച്ചാലും ആരെന്ത് വിധിച്ചാലും റഹ്മാനായ റബ്ബല്ലേ, അത്യുന്നതനായ കോടതി അവിടെയല്ലേ, അവൻ്റെ തീരുമാനപ്രകാരമല്ലേ എല്ലാം നടക്കുകയുള്ളൂ. അവൻ തീരുമാനിച്ചതിലപ്പുറം ഇവിടെ ഒന്നും നടക്കൂലല്ലോ എന്ന മനസ്സിനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യനും സങ്കടത്തിൻ്റെ കാര്യമല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ഇസ്ലാം വളരെ കൃത്യമായി തന്നെ ഓർമ്മപ്പെടുത്തുകയാണെന്ത്? വലൈസ ബിളാരിഹിം ശൈഅൻ ഇല്ലാ ബിഇദ്നില്ലാ, അള്ളാഹുവിൽ ആരെങ്കിലും തവക്കുലാക്കി കഴിഞ്ഞാൽ ഒരു ഉപദ്രവവും അവനെ ഏൽക്കുകയില്ല. കാരണം എന്തിഞ്ഞ് ബാധിച്ചാലും ബാധിച്ചില്ലെങ്കിലും അതൊക്കെ ആരുടെ തീരുമാനമാണ്?
അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. ഇത് നമ്മളെല്ലാവരും 2ാം ക്ലാസ് മുതൽക്ക് മദ്രസയുടെ പ്രാഥമിക പാഠങ്ങളിൽ തന്നെ പഠിക്കുന്നുണ്ട്. ഈമാൻ കാര്യങ്ങൾ 6 എന്ന് ചൊല്ലിപ്പഠിക്കുമ്പോൾ അവസാനം പറയുന്നത് എന്താ? നമ്മൾ ചിന്തിക്കുന്നില്ല എന്നേ ഉള്ളൂ. ഈമാൻ കാര്യം 6 പണ്ട് മുതൽക്കേ പറയുന്നുണ്ട്. എന്താ 6? വൽ ഖദ്രി ഖൈരിഹി വ ശർരിഹി മിനല്ലാഹി തആല. പക്ഷെ അതങ്ങനെ പറയാന്നല്ലാതെ നമുക്കൊരു പ്രോബ്ലം വരുമ്പോൾ, നമുക്കൊരു പ്രശ്നം വരുമ്പോൾ അതിലേക്ക് മടങ്ങാനും മനസ്സിനെ മടക്കാനും ഒന്നും സാധ്യമാകാതെ പോകുന്നിടത്താണ് നമ്മുടെ പരാജയം. അള്ളാഹു നമുക്ക് ഈമാനിക ദൃഢത പ്രദാനം ചെയ്യട്ടെ. അവിടെയാണ് നമ്മുടെ മനസ്സിൻ്റെ കൺട്രോൾ തെറ്റിപ്പോകാതെ പിടിച്ചു നിൽക്കാനുള്ള തൗഫീഖ് ഈമാനിലൂടെ കിട്ടുന്നു എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പം നെജുവ എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താണെന്ന് ഇപ്പം നമുക്കൊക്കെ മനസ്സിലായി. ഇവിടെ പറയുന്ന ഇപ്പം അധ്യായത്തിൻ്റെ പേരെന്താണ്? ബാബുൻ നഹി അൻ തനാജി ഇസ്നൈനി ദൂന സാലിസി. അത് പ്രത്യേകം സ്വകാര്യ ഭാഷണമാണ്. അതിപ്പോൾ ശത്രുക്കൾ നടത്തുന്ന, അല്ലെങ്കിൽ മുനാഫിക്കുകൾ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ശത്രുക്കൾ നടത്തുന്ന സ്വകാര്യ ഭാഷണം മാത്രമല്ല, മുസ്ലിമീങ്ങൾക്കിടയിൽ, ഒരു സൊസൈറ്റിക്കിടയിൽ, ഒരു സദസ്സിൽ തന്നെയും നമ്മൾ പാലിക്കേണ്ടുന്ന ഒരു മര്യാദ കൂടിയാണത്. ഇവിടെ പറഞ്ഞതെന്താണ്? 2 ആളുകൾ പരസ്പരം സ്വകാര്യം പറയരുത്. ദൂനസാലിസി, 3 ആളുള്ളിടത്ത് ഒരാളെ മാറ്റിയിട്ട് 2 ആൾ സ്വകാര്യം പറയരുത്. പറയേണ്ടി വന്നാലോ? പറയേണ്ടി വന്നാൽ 2 നിബന്ധനയുണ്ട്. അതാ ബിഗൈരി ഇദ്നിഹി എന്ന് പറഞ്ഞു. ഒന്നാമത്തത്, അനുവാദമുണ്ടെങ്കിലല്ലാതെ, സമ്മതം ചോദിച്ചിട്ട് പറയാം. അപ്പം അതിനൊരു ഉദാഹരണമാണിത്. പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഇപ്പം നമ്മളെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വന്നു. ഞാനും ആ ഗസ്റ്റും മാത്രമാണ് വീട്ടിലുള്ളത്. ആ സമയത്ത് എൻ്റെ മോന് അല്ലെങ്കിൽ എൻ്റെ വീട്ടിലുള്ള സെർവൻ്റ് എൻ്റെ അടുത്തേക്ക് കടന്നു വരുന്നു. ആ സെർവൻറ്റിന് എന്നോടൊരു കാര്യം പറയാനുണ്ട്. അത് ഈ വന്ന ഗസ്റ്റ് കേൾക്കാൻ പറ്റിയതല്ല. ചിലപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യമായിരിക്കും, അല്ലെങ്കിൽ എപ്പോഴാണ് റെഡിയാക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യം, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് എന്നോടെന്തോ പറയാനുള്ളത് മോമെന്ന് പറയാവും. അങ്ങനെയൊക്കെയുള്ളൊരു കാര്യം എന്തുമാകാം. ഒരു ഗസ്റ്റാണ്, ആ ഗസ്റ്റിനെ ട്രീറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനും ഗസ്റ്റും മാത്രം സാല മജ്ലിസിൽ അല്ലെങ്കിൽ വീട്ടിൽ ഹാളിലിരിക്കുകയാണ്. അപ്പോഴെൻ്റെ മോന് കടന്നു വരികയാണ്. ആ കടന്നു വരുമ്പോൾ ഈ ആളെ മാറ്റിയിട്ട്, ഇപ്പം അവിടെ 3 ആളായില്ലേ, ഞാൻ, എൻ്റെ മോന്, എൻ്റെ ഗസ്റ്റും ഉണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ആ മോനിക്കിപ്പോൾ എന്നോടൊരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ അതിപ്പോൾ അങ്ങനെ പരസ്യമായിട്ട് പറയാൻ പറ്റിയതാവില്ല. ഒരു വീട്ടിലെ ഭക്ഷണം എപ്പോഴാണ് എടുക്കേണ്ടത്, എവിടെ റെഡിയാക്കേണ്ടത്, എവിടെ വെക്കേണ്ടത്, മറ്റേ അങ്ങനെ ഏതെങ്കിലും കാര്യമായിരിക്കും. ഇയാളെ പറ്റിയുള്ള പ്രശ്നമൊന്നുമല്ല. അങ്ങനത്തെ എടുത്ത് അങ്ങനെ പോകുമ്പോൾ, അങ്ങനെ സംസാരിക്കുമ്പോൾ ഒന്നുകിൽ എന്ത് ചെയ്യുക, ഈ ആൾ അദ്ദേഹത്തിൻ്റെ എടുക്കുന്ന അദ്ദേഹമാണ് പോവുക. ഇനി അങ്ങനെ അല്ലെങ്കിൽ തന്നെയും ഈ ആളിപ്പോൾ അത് സംബന്ധമായിട്ട് തെറ്റിദ്ധരിക്കൊന്നുമില്ല. കാരണം അതിപ്പോൾ ഒരു വീട്ടുകാരാകുമ്പോൾ മോനും അല്ലെങ്കിൽ വീട്ടിലെ വ്യക്തികളും തമ്മിൽ അത് എന്തെങ്കിലും കാര്യങ്ങൾ പറയാവും. അത് ഞാനുമായിട്ട് ബാധിക്കുന്ന വിഷയമല്ല, ഞാനിവിടുത്തെ അതിഥിയാണല്ലോ, എന്നെപ്പറ്റി പറയേണ്ട ഒരു പ്രശ്നമൊന്നുമില്ലല്ലോ എന്നുള്ള നിലക്ക് അയാൾക്ക് മനസ്സിലാകുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകും. ഇനി അത് മനസ്സിലാവില്ലേ, അല്ലെങ്കിൽ 1 മിനിറ്റ് കേട്ടോ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയിട്ട് അകത്തേക്ക് പോയിട്ട് സംസാരിക്കാം. എന്തായിരുന്നാലും ഒരാളുടെ മനസ്സിനെ സങ്കടപ്പെടുത്തരുതെന്നാണ് പറയുന്നത്. എത്രയാ ഇസ്ലാം ഒരാളെ സങ്കടപ്പെടും എന്നുണ്ടെങ്കിൽ പോലും നിഷിദ്ധമാക്കിയത് എന്നുള്ളതാണ് നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത്. 3 ആളുകളുടെ അടുത്ത് ഇനി അതൊന്നുമല്ല, അല്ലാത്ത നിലക്ക് തന്നെ 3 ആളുകൾ കൂടിയിരിക്കണം. 3 ആളുകൾ കൂടിയിരിക്കുമ്പോൾ 2 ആൾക്ക് എന്തോ ഒരു പ്രധാന കാര്യം പറയണം. അപ്പോൾ മറ്റേ ആളോട് പറയണം, എന്ത്, 1 മിനിറ്റ് കേട്ടോ, ഒന്ന് ഒരു കാര്യം പറയാനുണ്ടേ. അത് അയാൾ നിർബന്ധിതനായിരിക്കണം, അയാളെ മനസ്സിനത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല എന്നാണെങ്കിൽ അവിടെ പോലും അത് പറയരുതെന്നാണ്. പിന്നെന്ത് ചെയ്യണം വെച്ചാൽ വേറെ സമയത്തൊക്കെ മാറ്റി വെക്കണം. അത്ര ഗൗരവതരമായിട്ടാണ് ഈ വിഷയങ്ങളൊക്കെ ഇതിൽ പണ്ഡിതന്മാർ കൈകാര്യം ചെയ്തിട്ടുള്ളത്, ഇത് വിശദീകരിക്കുന്നിടത്ത്. മാത്രമല്ല, ഇല്ലാലി ഹാജത്തിൻ എന്ന് പറഞ്ഞല്ലോ, ബിഗൈരി ഇദ്നിഹി, അനുവാദമില്ലാതെ. അപ്പം അനുവാദം ഉണ്ടെങ്കിൽ പറ്റും, അനുവാദം ചോദിച്ചിട്ട് പറ്റും, പ്രശ്നമൊന്നുമില്ല, 1 മിനിറ്റ് കേട്ടോ അത് പറഞ്ഞാൽ അയാൾ ഇത് ഉൾക്കൊള്ളുന്ന ആളാണ്, അയാൾക്ക് പ്രശ്നമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി ഇല്ലാലി ഹാജത്തിന് ചില ആവശ്യങ്ങളുണ്ടെങ്കിലല്ലാതെ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു എന്തെങ്കിലും ആവശ്യങ്ങളുണ്ട് അങ്ങനെ സംസാരിക്കേണ്ടത്, ആ രൂപത്തിൽ അങ്ങനെ നിർവഹിക്കാം. അതല്ലാത്ത നിലക്ക് വഹുവാൻ യതഹദ്ദസ സിർറൻ ബിഹൈസു ലാ യസ്മഉഹുമാ, ഈ 2 പേരെയും മറ്റാളും കേൾക്കാത്ത നിലക്കുള്ള സ്വകാര്യമായ വർത്തമാനമാണ് പറയുന്നത് എങ്കിൽ അത് ആ നിലയ്ക്ക് മറ്റൊരാൾക്ക് ദുഃഖം തോന്നുന്ന കാര്യമാണെങ്കിൽ സ്വാഭാവികമാണല്ലോ. നമ്മൾ 3 പേര് മാത്രം ഒരു സ്ഥലത്തിരിക്കുകയാണ്, അപ്പോൾ 2 ആൾ മാത്രം ഇന്നെ മാറ്റിയാണ് സ്വകാര്യം, അല്ലെങ്കിൽ നിങ്ങളൊരാളെ മാറ്റിയിട്ട് 2 ആൾ മാത്രം സ്വകാര്യം പറയണമെങ്കിൽ എന്താ അവിടെ സംഭവിക്കുക? ഞാൻ പലതും വിചാരിക്കും, ഈ 3-മൻ പലതും വിചാരിക്കും.
ഒന്ന്, അവരുടെ രണ്ടാളുടെ സംഭാഷണത്തിൽ കടന്നു കയറാൻ മാത്രം ഞാനില്ലാഞ്ഞിട്ടല്ലേ എന്നെ കേൾപ്പിച്ച് പറയാത്തത്? എനിക്കത്ര വില ഇല്ലാഞ്ഞിട്ടല്ലേ? അല്ലെങ്കിൽ ഞാനതിന് യോഗ്യനല്ല അവരുടെ സംസാരമൊന്നും കേൾക്കാൻ എന്നുള്ള ഒരു ചിന്ത വരാം. അതല്ല, ഞാൻ കേൾക്കാതെ ഇപ്പം എന്താ അവർക്ക് രണ്ടാൾക്കും പറയാനുള്ളത്? എന്നെപ്പറ്റി എന്തോ ആയിരിക്കൂലേ, അതുകൊണ്ടല്ലേ എന്നെ മാറ്റി നിർത്തണേ, അല്ലെങ്കിൽ ഇപ്പം ഞാനും കേട്ടാൽ എന്താ പ്രശ്നം? ഇതൊക്കെ മനുഷ്യന് തോന്നുന്ന തോന്നലുകളാണ്. മനുഷ്യനെ സൃഷ്ടിച്ച റഹ്മാനായ റബ്ബാണ് നിയമങ്ങൾ തീരുമാനിക്കുന്നത്. ഇത് മനുഷ്യന് തോന്നുന്നതാണ്, അല്ലാന്ന് ആര് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്യുമ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം. നമ്മളതിൽ അനുവാദം വാങ്ങണം. വളരെ അത്യാവശ്യമാണെങ്കിൽ, അതാണ് ഇല്ലാലി ഹാജ, വളരെ ആവശ്യമുള്ള കാര്യം സമയത്താണെങ്കിലൊക്കെ അത്തരം ചില ഘട്ടങ്ങളിൽ അങ്ങനെ വേണ്ടി വരുന്നിടത്ത് അങ്ങനെ ചെയ്യാം. വഫീ മഅനാഹു, അതിൽ പെട്ടത് തന്നെയാണ്. കണ്ടോ, ഹെഡിങ് തന്നെയാണ് ഞാൻ വായിക്കുന്നത്. വഫീ മഅനാഹു, ഇതേ ആശയത്തിൽ തന്നെ വരുന്നതാണ്. രണ്ടാളുകൾ തമ്മിൽ പരസ്പരം സ്വകാര്യ ഭാഷണം നടത്തുന്നു, മൂന്നാമനെ മാറ്റി നിർത്തിയിട്ട് എന്നുള്ളതിൽ കടന്നു വരും. ഏത്? അതേ തത്വത്തിൽ തന്നെ കടന്നു വരുന്ന കുറ്റമാണ് മാ ഇദാ തഹദ്ദസ ബിലിസാനിൻ ലാ യഫ്ഹമുഹു. മൂന്നാൾ കൂടിയിരിക്കുന്നിടത്ത് രണ്ടാൾ വർത്താനം പറയാം. അതുവരെ മലയാളം പറഞ്ഞത്, അതിൽ മൂന്നാളിൽ ഒരുവൻ ഇംഗ്ലീഷ് അറിയില്ല. അത് ഇവർക്ക് രണ്ടാൾക്കും അറിയാം. ഇവനെ ഇംഗ്ലീഷ് വലിയ പിടുത്തല്ല. ഇവർ രണ്ടാളും അടിച്ച് ഇംഗ്ലീഷിൽ ഇങ്ങനെ കസറിന് ഈ സാധു ഇങ്ങനെ മുഖത്ത് നോക്കിയിരിക്കുക. എന്താ ഇപ്പം ഇതുവരെ മലയാളം പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഇംഗ്ലീഷ്? അതാണ് പറഞ്ഞത്, ഇദാ തഹദ്ദസ ബിലിസാനിൻ ലാ യഫ്ഹമുഹു. രണ്ടാൾ വർത്താനം പറയരുത് മൂന്നാമനെ കൂടാതെ. മൂന്നാമനെ കേൾപ്പിച്ചിട്ട് പറഞ്ഞാലും പറ്റില്ല. മൂന്നാളിരിക്കുകയാണ്, ഞാനിവിടെ നടുക്കിരിക്കുകയാണ്, രണ്ട് സൈഡിൽ രണ്ട് ഇംഗ്ലീഷ് മാന്മാരാണ്. ഓർക്ക് നല്ല ഇംഗ്ലീഷ് അറിയാം, എനിക്കത്ര അറിയില്ല. അപ്പോൾ അവർ ഇതുവരെ മലയാളം പറയുന്നത്, പിന്നെ അവർ ഇന്നവിടെ അങ്ങനെ ഇരുത്തിയിട്ട് രണ്ടാളും ഇങ്ങനെ ഇംഗ്ലീഷിലാണ് പറയുന്നത്. അപ്പം ഞാൻ സംശയിക്കൂലേ, എന്തപ്പം ഇന്നെ കേൾക്കാതെ ഇംഗ്ലീഷ്? എന്താ മലയാളം തിരിയില്ല ഇവർക്ക്? ഇവർക്ക് എന്താ മലയാളം മനസ്സിലാവില്ലേ? മലയാളം മനസ്സിലാവാത്തവരാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ ഒരാൾ ഒരു അറബിയാണ്, ഒരാൾ മറ്റൊരാൾ അല്ലെങ്കിൽ ഒക്കെ ഇംഗ്ലീഷുകാരാണ്. ഓല് പരസ്പരം പറയുകയാണ്. അതിപ്പോൾ എൻ്റെ കുറ്റമൊന്നുമല്ല എന്ന് എനിക്ക് മനസ്സിലാവും, കാരണം ഓരോ ഭാഷ അതാണ്. നേരെ മറിച്ച് മലയാളികളാണ്, അല്ലെങ്കിൽ ഇതൊക്കെ ഇംഗ്ലീഷുകാർ, അല്ലെങ്കിൽ ഇംഗ്ലീഷിലൊക്കെ അറിയാം. അപ്പം അതിൻ്റെ ഇടയിൽ ഒരുത്തരം അറബി നന്നായിട്ട് അറിയാം. ഒരു രണ്ടാളും അറബിയിൽ ഇങ്ങനെ കസറ. ഈ സാധുവിന് മലയാളം അറിയുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ഈ കൊളോക്കിയൽ ലാംഗ്വേജോ അല്ലെങ്കിൽ അറബിയൊന്നും വലിയ പിടുത്തല്ല. അതുപോലും പാടില്ല എന്നാണ്. നമ്മളുടെ പല ആൾക്കാരും അങ്ങനെ ചെയ്യാറുണ്ട്. എന്തെങ്കിലും പറയാണ്ടെങ്കിൽ മറ്റോന് തിരിയാത്ത ഭാഷയിലാണ് പറയുക. അപ്പോൾ ഇവൻ പറഞ്ഞ നോക്കുകുത്തിയായിട്ടിരിക്കണം. അവരുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടും എന്തുണ്ടാക്കും? ദുഃഖമുണ്ടാക്കും. ഹറാമാണ്, അത് പാടില്ല. എൻ്റെ ഇംഗ്ലീഷോ അറബിയൊക്കെ വേറെ എവിടെയെങ്കിലും പോയി പറഞ്ഞോ, അയാളുള്ളടത്ത് പറയണ്ട എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ പണ്ഡിതന്മാരിൽ പറഞ്ഞു, വറക്ക കൈമാറുക, എഴുത്തിലൂടെയാകുന്നതും ഇതിൽപ്പെടും എന്നാണ്. എഴുത്തിലൂടെ മൂന്നാളിരിക്കുകയാണ്. അപ്പോൾ മൂന്നാളും കൂടി അവിടെ ഇരിക്കുന്നിടത്തുനിന്ന് വരുത്തന്നെ ഒരു തുണ്ട് കടലാസിൽ എഴുതിയിട്ട് പിന്നെ കൂടെ അങ്ങനെ കൊടുക്കുക, മറ്റോ മാത്രം നോക്കുക. അവനോ ഈ നടുക്കിരിക്കണോ? അവന് മനസ്സിലായി ഇതെന്നെക്കുറിച്ചാണ്, ഇത് ഞാൻ കേൾക്കാൻ പറ്റാത്തെന്തോ എന്നാണ്. അവന് മനസ്സ് ദുഃഖമായില്ലേ, വേദനയില്ലേ? പാടില്ല. ഇതൊക്കെ ഇതിൽ പെടും എന്ന് വളരെ വിശദമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്താണ്. അപ്പം ഇത്രയും സൂക്ഷ്മത പാലിക്കണം. എന്ത്? ഒരാളുടെ മനസ്സിൽ എൻ്റെ ഒരു ഇടപെടൽ കാരണത്താൽ, പെരുമാറ്റം കാരണത്താൽ അയാളുടെ മനസ്സിന് നോവുണ്ടാകുന്ന, സങ്കടമുണ്ടാകുന്ന, ദുഃഖമുണ്ടാകുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തി എന്നിൽ നിന്നുണ്ടാകുന്നത് നിഷിദ്ധമാണെങ്കിൽ നമ്മൾ എത്രത്തോളം ചിന്തിക്കണം. ഒരു മനുഷ്യൻ്റെ മനസ്സ് വേദനിപ്പിക്കുന്നത് ഇത്രത്തോളം കടുപ്പമാണെങ്കിൽ ഒരാളെ ചീത്ത പറയുന്നത് എത്ര ഗുരുതരമായിരിക്കും? ഒരാളെക്കുറിച്ച് അയാളെ ശാരീരികമായി ഉപദ്രവിക്കുന്നത് എത്ര അപകടകരമായിരിക്കും? ഒരാളെ കൊന്നുകളയുന്നത് എത്രത്തോളം ഗുരുതരമായിരിക്കും? അപ്പം ഇതാണ് ഇസ്ലാം. ഇസ്ലാമിക സൊസൈറ്റിയിലെ സ്നേഹവും സൗഹാർദ്ദമൊക്കെ നല്ല ബന്ധമുള്ളവരായിരിക്കും. കൊല്ലങ്ങളോളമായിട്ട് നല്ല ബന്ധമുണ്ടാവും. ഒരിക്കൽ ഒരു തെറ്റിദ്ധാരണയാണ് വന്നതായിരിക്കും, പിന്നെ ഉണ്ടാകലും. എന്താ പ്രശ്നം? അത് ഞാനുണ്ടായപ്പോൾ ഓല് പോയിട്ടാണ് സ്വകാര്യം പറഞ്ഞില്ലേ. അപ്പം ഞാനത്ര പോരാത്ത ആളായിട്ടല്ലേ, ഞാൻ അവരെന്നും കൂടെ ഇരിക്കാൻ മാത്രമില്ലാതായിട്ടല്ലേ, അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്നെ മാറ്റി നിർത്തി? അത് അയാൾക്ക് തോന്നുമെങ്കിൽ അയാളെ അത് ധരിപ്പിക്കണമെന്ന്.
അയാളെ തെറ്റിദ്ധാരണ ഉണ്ടാകുമെന്ന് തോന്നുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ അത് അയാളെ പറഞ്ഞ് ധരിപ്പിക്കലാണ് ഇവിടെ പണ്ഡിതന്മാർ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പ്രത്യേകം പറഞ്ഞത്. ഇല്ലാ ബി ഇദ്നിഹി ബിഗൈരി ഇദ്നിഹി എന്ന് പറഞ്ഞത്. അയാൾ അനുവാദപ്രകാരം നിങ്ങൾക്ക് ചെയ്തോളി. സ്വഹാബത്തൊക്കെ ഇതിൽ വളരെ കണിശത പുലർത്തിയിരുന്നു എന്നാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഇനി നമുക്ക് ഹദീസുകളിലേക്ക് മടങ്ങാം. ഓരോ ഹദീസുകളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പം നവവി ഇമാം ഇവിടെ തെളിവ് ആദ്യം കൊടുത്തത് 10-ാമത്തെ ആയത്ത് മാത്രമാണ്. ഇനി ഈ വിഷയത്തിലുള്ള ഹദീസുകൾ മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ഇദാ കാനൂ സലാസതൻ ഫലാ യതനാജസ്നാനി ദൂന സാലിസി മുത്തഫഖുൻ അലൈഹി റവാഹു അബൂ ദാവൂദ് വസാദ ഖാല അബൂ സാലിഹിൻ ഖുൽതു ലിബ്നി ഉമർ ഫഅർബഅ ഖാല ലാ യദുറുക. ഇവിടെ എന്താണ് പറയുന്നത്? അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. ഇവിടെ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ എന്ന് പറയണത് എന്തുകൊണ്ടാണ്? സാന്ദർഭികമായിട്ട് ഞാൻ ചോദിക്കുകയാണ്, മനസ്സിലാക്കാത്തവരും ഉണ്ടാവുമല്ലോ. വാസ്തവത്തിൽ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്ന് പറയാതെ അബ്ദുല്ലാഹിബ്നു അല്ലെങ്കിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്ന് പറയാതെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ എന്ന് പറയണം എന്താ? ഉമർ റളിയല്ലാഹു അൻഹു സഹാബിയല്ലേ? ആ സഹാബിയുടെ മോനാണ് ആര്? അബ്ദുള്ള. രണ്ടാളും സഹാബിയാണ്. അപ്പോൾ രണ്ടാൾക്ക് വേണ്ടിയും നമ്മൾ തെർലിയത്തിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അതാണ് റളിയല്ലാഹു അൻഹുമാ എന്ന് പറയുന്നത്. എന്നാൽ അതേ അവസരത്തിൽ ബാപ്പൻ്റെയും മോൻ്റെയും പേര് പറയുന്ന ചില ഹദീസുകളിൽ റളിയല്ലാഹു അൻഹു എന്നേ പറയുള്ളൂ. അതെന്തുകൊണ്ടാ? അവിടെ ബാപ്പ മുസ്ലിം ആവില്ല. മുസ്ലിം അല്ലാത്ത ബാപ്പയുടെ മോന് സഹാബി ആയിരിക്കും. അതുകൊണ്ട് അവിടെ എന്തേ കാണുള്ളൂ? അപ്പം നിങ്ങൾ യാലുസാലിഹീൻ വായിക്കുമ്പോൾ ആ ധാരണ വരാതിരിക്കാനാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ചില ഹദീസുകൾ ബാപ്പൻ്റെയും മോൻ്റെയും പേര് പറയുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് കൊടുക്കും. ചിലയിടത്ത് ബാപ്പൻ്റെയും മോൻ്റെയും പേര് പറയുന്നിടത്ത് റളിയല്ലാഹു അൻഹുമാ എന്നും പറയും. അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവരുത് നമ്മൾ വായിക്കുമ്പോഴേ. എന്താ അപ്പോൾ അവിടെ അങ്ങനെ അൻഹൂന്നും ഒറ്റയിടത്ത് അൻഹുമാന്നും പറയുന്നത്? വല്ല അക്ഷരത്തെറ്റും വന്നതാണോ വിചാരിച്ചിട്ട് നമ്മളവിടെ എറേസ് ചെയ്യാനും തിരുത്താനൊന്നും പോണ്ട. ഒന്ന് രണ്ടാളും മുസ്ലിം ആവുമ്പോൾ റളിയല്ലാഹു അൻഹുമാ എന്ന് പറയും. മറ്റേത് ബാപ്പ അമുസ്ലിം ആയിരിക്കും, മോന് സഹാബി ആണ്, മുസ്ലിമാണ്, അപ്പോൾ റളിയല്ലാഹു അൻഹുവിനെ പറയുള്ളൂ. ശരി. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, ഇവിടെ ഉമർ ഖത്താബാണ് ബാപ്പ, മോനാണ് അബ്ദുള്ള. ഇബ്നു ഉമർ എന്ന് പറയുമ്പോൾ അബ്ദുള്ളയാണ് അദ്ദേഹത്തിൻ്റെ പേര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, അദ്ദേഹമാണ് ഈ ഹദീസ് കേട്ടത്. അദ്ദേഹം പറയുന്നത് അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞിരിക്കുന്നു, ഇദാ കാനൂ സലാസത്തൻ, 3 വ്യക്തിത്വങ്ങളായിക്കഴിഞ്ഞാൽ ഫലാ യതനാജസ്നാനി ദൂന സാലിസി, എന്ത് ചെയ്യരുത്? അതിൽ 2 മൂന്നാമനെ കൂടാതെ സ്വകാര്യ സംഭാഷണം നടത്തരുത്. മുത്തഫഖുൻ അലൈഹി, സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും സംയുക്തമായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. അർത്ഥം മനസ്സിലായല്ലോ? ഫലാ യതനാജ, സ്വകാര്യം പറയരുത്, ഇസ്നാനി, 2 ആളുകൾ, ദൂന സാലിസി, മൂന്നാമനെ മാറ്റി നിർത്തിയിട്ട്, മൂന്നാമനെ കൂടാതെ. വറവാഹു അബൂ ദാവൂദ്, ഈ ഹദീസ് ഇമാം അബൂ ദാവൂദും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വസാദ, അബൂ ദാവൂദിൻ്റെ റിപ്പോർട്ടിൽ ഖാല അബൂ സാലിഹിൻ, അബൂ സാലിഹ് പ്രകാരം പറഞ്ഞു, ഖുൽതു ലിബ്നു ഉമർ, ഞാൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയോട് ചോദിച്ചു, ഫഅർബഅ, അപ്പം 4 ആളാണെങ്കിലോ, 4 ആളുണ്ടെങ്കിലോ, ഖാല, അപ്പം അദ്ദേഹം പറഞ്ഞു, ലാ യദുറുക, അത് കുഴപ്പമില്ല. കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? 2 ആൾക്ക് സ്വകാര്യം പറയാ, ബാക്കി അവിടെ മാറ്റി നിർത്തിയത് എത്ര ആളാ? 2 ആളുണ്ട്. അതല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് 3 ആൾക്കുള്ള നിയമമല്ല. ഇപ്പം 4 ആളാണെങ്കിൽ 3 ആൾ മാത്രം പറയാൻ പറ്റുമോ ഒരാളെ മാറ്റിയിട്ട്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പോൾ അവിടെ അയാൾക്ക് സംശയത്തിന് പിന്നെ ഇടയില്ല. അതിനെക്കുറിച്ചൊന്നുമല്ല, ഞങ്ങൾ 2 ആളില്ല ഇവിടെ, ഞങ്ങൾ 2 ആളുണ്ടല്ലോ ഇവിടെ എന്ന്. അപ്പോൾ അവിടെ വിഷയം അതിൽ തീർന്നു. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ തെറ്റില്ല. ഇനി സഹാബത്ത് ഈ കാര്യത്തിലൊക്കെ കാണിച്ച സൂക്ഷ്മതക്കൊരു ഉദാഹരണം കേട്ടോളൂ. തുടർന്നുകൊണ്ട് ഇമാം നവവി ഉദ്ധരിക്കുകയാണ്, വറവാഹു മാലിക് ഫിൽ മുവത്ത, ഇമാം മാലിക്കിൻ്റെ സുപ്രസിദ്ധമായ ഹദീസ് ഗ്രന്ഥമാണ് ഏത്? അൽ മുവത്ത. സഹീഹുൽ ബുഖാരിയുടെയും സഹീഹ് മുസ്ലിമിൻ്റെയൊക്കെ മുമ്പേ ഉണ്ടായ ലോകപ്രശസ്തമായ ഹദീസ് സമാഹാര ഗ്രന്ഥമാണ് ഏത്? അൽ മുവത്ത. അതിൻ്റെ കർത്താവ് ആരാണ്? അതിൻ്റെ ഓദർ? മഹാനായ 2ാം ഇമാമെന്നറിയപ്പെടുന്ന ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം മാലിക്കിൻ്റെ ഗ്രന്ഥമാണ് മുവത്ത. അതിൽ പറയുന്നു എന്ത്?
അൻ അബ്ദുല്ലാഹിബിന് ദീനാരിൻ, അബ്ദുല്ലാഹിബിന് ദീനാർ എന്ന് പറയുന്ന അദ്ദേഹം ഒരു താബിഇയാണ്. അദ്ദേഹം പറയാണ് കുൻതു അന വബ്നു ഉമർ, ഞാനും ഇബ്നു ഉമറും ഇന്ദ ദാരി ഖാലിദ് ബിൻ ഉഖ്ബ അല്ലത്തി ഫി സൂഖി, അങ്ങാടിയിൽ ഖാലിദ് ബിൻ ഉഖ്ബ എന്ന പേരുള്ള ഒരാളുടെ വീടിൻ്റെ സമീപത്ത് നിൽക്കുകയായിരുന്നു. മാർക്കറ്റിൽ ഒരു അനുഭവം പറയണം അദ്ദേഹം. അബ്ദുല്ലാഹിബിൻ ദീനാറാണ് പറയുന്നത് അദ്ദേഹത്തിനുണ്ടായൊരു അനുഭവം. അദ്ദേഹവും ഇബ്നു ഉമറും കൂടെ റളിയല്ലാഹു അൻഹും അവരെല്ലാവരും കൂടെ ഖാലിദ് ബിൻ ഉഖ്ബ എന്ന് പറയുന്ന ആളുടെ വീടിൻ്റെ സമീപത്ത്, അത് അല്ലത്തി ഫി സൂഖി, അത് മാർക്കറ്റിലാണ്, അവിടെ നിൽക്കവേ ഫജാഅ റജുലുൻ, ഒരാൾ കടന്നു വന്നു. ആ ആൾ കടന്നു വന്നത് യുരീദു അൻ യുനാജിയഹു, ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമാ ഇദ്ദേഹവുമായിട്ട് സ്വകാര്യം പറയാൻ ഉദ്ദേശിക്കുകയും ചെയ്തു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുക്ക് ഈ കടന്നു വന്ന വ്യക്തിയോട് എന്ത് പറയണം? അല്പം സ്വകാര്യം പറയണം. വലൈസ മഅ ഇബ്നു ഉമർ അഹദുൻ ഗൈരി, അപ്പം ഞാനല്ലാതെ ഇബ്നു ഉമറിൻ്റെ അടുക്കൽ വേറെ ആരോട്ട് ഇല്ലതാണ്. അപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ എത്ര ആളേ ഉള്ളൂ? ആദ്യം രണ്ടാളാണ്, ഇപ്പോൾ ഒരാളാണ് കടന്നു വന്നത്. അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമൊക്കെ എന്ത് ചെയ്യണം? ഈ വന്ന വ്യക്തിയോട് ഒരു സ്വകാര്യം പറയാനുണ്ട്. അപ്പോൾ അവിടെ ബാക്കി പിന്നെ ആരാ ഉള്ളത്? ഞാനാ ഉള്ളത്. ആരാ പറയണേ? അബ്ദുല്ലാഹിബിന് ദീനാർ. അപ്പോൾ സഹാബത്തിൻ്റെ സൂക്ഷ്മത നോക്കി നിങ്ങൾ. ഫദഅ ഇബ്നു ഉമർ, അപ്പോൾ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ വിളിച്ചു റജുലൻ ആഖറ, പുറത്തു പോയിട്ട് വേറൊരാളെ നിൽക്കുന്നു വിളിച്ചു. ഹത്താ കുന്ന അർബഅൻ, ആരെ ഞങ്ങൾ 4 ആളായി. ഒരാളെ വിളിച്ചു വരുത്തി, വേറൊരാളെ നിൽക്കുന്നു വിളിച്ചു. ആ 3 ആൾ നിൽക്കുന്നിടത്തേക്ക് വേറൊരാളെ അങ്ങാടിയിൽ നിന്നിട്ട് ഇങ്ങോട്ട് വിളിച്ചു. വിളിച്ചിട്ട് അവിടെ നിർത്തിയിട്ട് ഫഖാല ലീ വലി റജുലി സാലിസി ലദീ ദഅ, ആ വിളിച്ചു വരുത്തിയ ആളോടും എന്നോടും കൂടെ അദ്ദേഹം പറഞ്ഞു ഇസ്തഖിറാ ശൈഅൻ, നിങ്ങൾ രണ്ടാളും കൂടി അപ്പുറത്ത് പോയിട്ടൊന്ന് വർത്താനം പറയട്ടോ, ഞാൻ കുറച്ച് വർത്താനം പറയാനുണ്ട്, അതുകൊണ്ട് നിങ്ങളൊന്ന് സംസാരിച്ചിരിക്കുക, അപ്പോൾ ഞങ്ങൾ കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ രണ്ടാളെയും ഇങ്ങോട്ട് രണ്ടാളാക്കി, അവിടെ ഒരു 2 ആളെ വേറെ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി. ഞാൻ മാത്രം എന്നുള്ള അവസ്ഥ മാറ്റിയിട്ട് എന്തേ കാരണം? എന്നിട്ട് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഞാൻ എന്തിനാ അങ്ങനെ ചെയ്തത് എന്നറിയോ? ഫഇന്നി സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, അല്ലാഹുവിൻ്റെ റസൂൽ ഇപ്രകാരം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. ലാ യതനാജസ്നാനി ദൂന വാഹിദിൻ, നിങ്ങൾ 3 ആളാകുമ്പോൾ 2 ആൾ ഒരാളെ മാറ്റി നിർത്തിയിട്ട് എന്ത് പറയരുത്? സ്വകാര്യം പറയരുത്. അപ്പോൾ ആ ധാരണങ്ങളെ മനസ്സിലില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മറ്റേ ആളെ വിളിച്ചു വരുത്തിയത്. അത് സഹാബത്തിൻ്റെ സൂക്ഷ്മത. അവരത്രയും ആ വിഷയത്തിൽ സൂക്ഷ്മാലുക്കളായിരുന്നു എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കുവാനുള്ളത്. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അതിൽ പറയാണ് അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, അടുത്ത ഹദീസ്, ഇദാ കുൻതും സലാസതൻ ഫലാ യതനാജസ്നാനി ദൂനൽ ആഖരി ഹത്താ തഖ്തലിതു ബിന്നാസ് മിൻ അജ്ലി അന്ന ദാലിക യുഹ്സിനുഹു. അത് മാശര് തന്നെയാണ്. അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞിരിക്കുന്നു, ഇദാ കുൻതും സലാസ, നിങ്ങൾ 3 പേരാകുമ്പോൾ, ഇദാ കുൻതും നിങ്ങളായാൽ, സലാസത്തൻ 3 പേരായാൽ, ഫലാ യതനാജാ ഇസ്നാനി 2 ആളുകൾ സ്വകാര്യം പറയരുത്, ദൂനല്ലാഹരി 3-മനെ കൂടാതെ, ഹത്താ തഖ്തലിതു ബിന്നാസി നിങ്ങൾ ജനങ്ങളുമായി കൂടിച്ചേരുന്നത് വരെ. ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലെത്തിയാൽ പിന്നെ അവിടെ ഈ നിയമം ബാധകല്ല. അത് ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ് ഈ പ്രശ്നം. അതാണ് ഹത്താ തഖ്തലിതു ബിന്നാസി, നിങ്ങൾ ജനങ്ങളുമായി കൂടിക്കലരുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യരുത്. അങ്ങനെ നിങ്ങൾ ഒറ്റക്കാകുമ്പോൾ 3-മനെ മാറ്റി നിർത്തിയിട്ട് സ്വകാര്യം പറയരുത്. അതിൻ്റെ കാരണം പറഞ്ഞാൽ എന്താ അതിലടങ്ങിയ തത്വം എന്താണ്? മിൻ അജിലി, കാരണത്താൽ. അജിൽ എന്ന് പറഞ്ഞാൽ അവിടെ കാരണം. എന്താ കാരണം? അന്നദാലിക തീർച്ചയായും ആ കാര്യം യുഹ്സിനുഹു 3-മനെ ദുഃഖിപ്പിക്കും, 3-മനെ സങ്കടപ്പെടുത്തും, അവൻ്റെ മനസ്സിൽ അത് വേണ്ട ചിന്തകൾക്ക് തിരികൊളുത്തും. അതുകൊണ്ട് നിങ്ങളത് ചെയ്യരുത് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതും സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലുമൊക്കെ സംയുക്തമായി തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു ഘട്ടം വരുമ്പോൾ, അങ്ങനെ 2 ആളുകൾ കൂടി സംഭാഷണം നടത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ 3 ആൾ കൂടി സ്വകാര്യ ഭാഷണം നടത്തുകയാണെങ്കിൽ,
നമുക്കൊരു മര്യാദ, ഒരാൾ കടന്നു ചെല്ലുന്നിടത്തൊരു മര്യാദ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു റൂമിൽ അല്ലെങ്കിൽ രണ്ടാളുകൾ പരസ്പരം സ്വകാര്യം പറയുകയാണ്, അല്ലെങ്കിൽ അവരെ ഒരു അടച്ചിട്ട റൂമിൽ സംസാരിക്കുകയാണ്. അങ്ങനെ നമ്മളങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ, അങ്ങനെ കയറി ചെല്ലുന്ന അവസരത്തിൽ നമ്മൾ പാലിക്കേണ്ടുന്നൊരു മര്യാദ. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ലമ്മാ ജാഅഹു റജുലുൻ യുരീദു അൻ യദ്ഖുല ബൈനഹു വബൈന റജുലിൻ ആഖർ ലകസഹു ഫീ സദ്രിഹി. അതായത് രണ്ടാൾ കൂടി സംസാരിക്കുന്ന നേരത്ത് മൂന്നാമൻ കടന്നു വന്ന് അവിടേക്ക് കയറിയപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നീ കേട്ടിട്ടില്ലേ എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇദാ കാന സിനാനി യതനാജയാനി ഫലാ തദ്ഖുൽ ബൈനഹുമാ. കേട്ടോ, ഹദീസിൽ വളരെ വ്യക്തമായി പഠിപ്പിക്കണം. നിങ്ങളിൽ രണ്ടാൾ സംഭാഷണം നടത്തുന്നിടത്തേക്ക് നിങ്ങൾ കടന്നു ചെല്ലരുത്. അവർ സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ അവിടുന്ന് മാറിപ്പോകണം. അതല്ല അവർ പറയണം നിങ്ങൾ വന്നോളി, പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ അങ്ങനത്തെ സ്വകാര്യമൊന്നുമില്ല, ഞങ്ങൾ വന്നോളി, അനുവാദമുണ്ടോ എങ്കിൽ അവിടെ ഇരിക്കാം. അതല്ലാത്ത നിലയ്ക്ക് രണ്ടാൾ സ്വകാര്യം പറയുന്നിടത്ത് ഞാൻ അവിടെ കൂട്ടത്തിലൊന്നുമല്ല ഇരിക്കണത്, ഇപ്പുറത്തിങ്ങനെ മാറിയിരിക്കുക, എന്നിട്ട് ഞാൻ എൻ്റെ ഫോണിലേക്ക് ഇങ്ങനെ നോക്കുക, എൻ്റെ ചെവി ഇങ്ങോട്ടും കൊടുക്കുക, ഇത് പറ്റുമോ? ഇത് പറ്റൂല. അകലെയാണെങ്കിലും ഇരിക്കാൻ പറ്റൂല, അകലെയാണെങ്കിലും ഇരിക്കാൻ പറ്റില്ല. ഇതൊക്കെ ഒളിഞ്ഞ് കേൾക്കലാണ്, ഒളിഞ്ഞു കേൾക്കുക. ചില വലിയ ബുദ്ധിമാന്മാരുണ്ടാവും, സംസാരത്തിൻ്റെ 1, 2, 3 ലൊട്ടിലൊടുക്ക് വാചകങ്ങളൊക്കെ കേട്ടാൽ തന്നെ ഓൻ അതിൻ്റെ ഫുള്ള് വായിച്ചെടുക്കും. അങ്ങനത്തെ ഒരു ഉണ്ടാവും. ഒരു തീരെ ഇരിക്കാൻ പാടില്ല. അവർക്ക് എന്തെങ്കിലും സ്വകാര്യം പറയേണ്ടവർ പറഞ്ഞോട്ടെ. അപ്പോൾ അവിടെ അങ്ങനെ ഇവൻ എന്താ പറയണതെന്ന് ഇങ്ങനെ കാതോർക്കുക. അങ്ങനെ കാതോർക്കുന്നത് എത്രത്തോളം ഗുരുതരമാണെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടല്ലോ. മനിസ്തമഅ ഇലാ ഹദീസി ഖൗമിൻ, നമ്മൾ മുമ്പ് ഒരിക്കൽ ഈ ഹദീസ് പഠിച്ചിട്ടുണ്ട്. മനിസ്തമഅ ഇലാ ഹദീസി ഖൗമിൻ വഹും ലഹു കാരിഹൂന സുബ്ബ ഫീ ഉദുനിഹിൽ ആനുകു. വളരെ ഗൗരവത്തോടെ അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, ആരെങ്കിലും ഒരു ജനതയുടെ സംസാരത്തിലേക്ക് കാതോർത്താൽ, വഹും അവരാവട്ടെ, ആ സംസാരിക്കുന്നവർ ഇയാളിത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, എന്നിട്ട് അതിലേക്ക് കാതോർക്കുക. ഇത് ഇതിൻ്റെ മറുവശം പറയാണ്. അങ്ങനെ ഒരു സംഭാഷണം നടക്കുന്നിടത്ത് ഒളിഞ്ഞു കേൾക്കുക. അങ്ങനെ ആരെങ്കിലും ഒളിഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിൽ, അവിടേക്ക് കാതു കൊടുക്കുന്നുണ്ടെങ്കിൽ, സുബ്ബഫി ഉദുനിഹില്ലാനുക്ക്, ഖിയാമത്ത് നാളിൽ അവൻ്റെ കാതിൽ ഈയം ഉരുക്കി ഒഴിക്കുന്നതാണ്. ചൂടേറിയ നരകാഗ്നിയിൽ ഉരുക്കപ്പെട്ട ചെമ്പിൻ്റെ ദ്രാവകം അവൻ്റെ കാതിൽ ഉരുക്കുന്ന ശിക്ഷയായിരിക്കും, ഒഴുക്കുന്ന ശിക്ഷയായിരിക്കും നരകത്തിയിൽ അവൻ അനുഭവപ്പെടേണ്ടി വരിക എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചിരുന്നിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരാൾ സ്വകാര്യമാണോ പറയണത് എന്ന് മനസ്സിലാക്കാൻ പോലും പല അടയാളങ്ങൾ പറഞ്ഞു. അവർ രണ്ടാളും സംസാരിക്കുമ്പോൾ അവരിങ്ങനെ നോക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. എന്താ അതിൻ്റെ അർത്ഥം? ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ഇനി അത് കേട്ടു, ഞാനും മറ്റൊരാളുമായിട്ടൊരു സ്വകാര്യ സംഭാഷണം നടത്തി, അത് പറയും, എന്നോട് ആ സ്വകാര്യം പറയുന്ന വ്യക്തി അയാളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട്. അപ്പം തന്നെ എനിക്ക് കേൾക്കുന്ന എനിക്ക് മനസ്സിലാവാ, ഇത് മൂന്നാമന് അറിയാൻ പറ്റാത്ത കാര്യമാണ് എന്നോട് ഈ കാര്യം പറയുന്നത്. അപ്പം അത് ഞാൻ ഏറ്റെടുത്ത എന്താണ്? അമാനത്താണ്. അത് പിന്നെ ഞാൻ പുറത്തു പോയി പറയാൻ പാടില്ല. നമ്മൾ സാധാരണ ഞാൻ എന്നോട് പറയാം, ഈ ആരോടും പറയരുത്. ഓനിക്ക് കിട്ടി, ഓൻ്റെ അടുത്തുനിന്ന് കിട്ടിയിട്ട് ഓൻ പിന്നെ വേറെ ഒരുത്തിനോട് പറഞ്ഞ് എന്നോട് പറയാണ്. ഇതങ്ങനെ എല്ലാവരോടും പറയാൻ പറ്റിയല്ല, അങ്ങനെയാണ് പരക്കുക. അപ്പം അത് അമാനത്തിൽ വരുന്ന വീഴ്ചയാണ് എന്ന് വളരെ ഗൗരവത്തോടുകൂടെ പറഞ്ഞു. ഒരാൾ ഫോൺ ചെയ്യുമ്പോൾ അങ്ങനെ സ്വകാര്യമായിട്ട് കേൾക്കുക, ഒരാളെ ഇഷ്ടമല്ലാതെ അയാളെ സ്വകാര്യമായിട്ട് അതിങ്ങനെ ശ്രദ്ധിക്കുക, എന്താവും പറയണത്. അല്ലെങ്കിൽ ഒരാളിങ്ങനെ ഓൻ്റെ ഫോണിലേക്ക് നോക്കുക, ഒരാൾ ഫോൺ എടുത്ത് നോക്കിയിട്ട് അത് നമ്മൾ ചെക്ക് ചെയ്യുക, ഒരാൾ പോയാൽ ഓൻ്റെ ഫോൺ എടുത്ത് നോക്കിയിട്ട് അത് ഓണാക്കുക. അതിലൊക്കെ ചില എക്സംഷനുകൾ, ഇസ്തിസ്നകൾ ഉണ്ടാവും കേട്ടോ. ചില ഇസ്തിസ്നകൾ അതിലൊക്കെ ഉണ്ടാവും. ഒരു ബാപ്പക്ക് തെർബിയത്തിൻ്റെ ഭാഗമായിട്ട് മക്കളുടെ ഫോൺ ചിലപ്പോൾ ചെക്ക് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഹദീസ് ക്ലാസ്സിൽ വാപ്പാങ്ങൾ കേട്ടിട്ടില്ല എൻ്റെ ഫോൺ തൊടാൻ പാടില്ല എന്നാരും പറയണ്ട. അതൊക്കെ എല്ലാത്തിലും ഉണ്ടാവും ഒരു ഇസ്തിസ്ന. ചിലപ്പോൾ ചിലത് നിയന്ത്രിക്കേണ്ടി വരും. എന്താ എൻ്റെ പുസ്തക സഞ്ചി എന്താ നിങ്ങൾ പരിശോധിക്കണം?
എൻ്റെ പ്രൈവസി അല്ലേ അത്. ഞാൻ കൊണ്ടുപോകുന്ന പുസ്തകസഞ്ചി എന്താ നിങ്ങൾ പരിശോധിക്കണം? എൻ്റെ ബാഗ് നിങ്ങൾ പരിശോധിക്കുന്ന എന്താ? പരിശോധിക്കേണ്ടി വരും, ചിലപ്പോൾ പരിശോധിക്കേണ്ടി വരും. അതൊക്കെ വേറെ അതിലൊക്കെ ഇസ്തിത്വം ഉണ്ടാവും. എൻ്റെ സ്വകാര്യതയിലേക്ക് ഒരു രാജ്യത്തെ ഉന്നത ഉദ്യോഗസ്ഥന് കയറി വരാം. എൻ്റെ ഫോണിലുള്ളത് മുഴുവനും അയാൾക്ക് വേറൊരു സംവിധാനത്തിലേക്ക് റെക്കോർഡ് ചെയ്യാം, പരിശോധിക്കാം. ഒരു ഗവൺമെൻറ്റിലെ ഉദ്യോഗസ്ഥനത് ചെയ്യാം, ഒരു രാജ്യത്തുള്ള സെക്യൂരിറ്റിയിലെ ആളുകൾക്കത് ചെയ്യാം. അത് അവർക്കുള്ള അധികാരമാണ്, അത് അവർക്കുള്ള അനുവാദമാണ്. അതിന് ഞാൻ ആയത്തോതി തോതിയിട്ടൊന്നും കാര്യമില്ല. അതൊരു രാജ്യത്തിൻ്റെ സെക്യൂരിറ്റി, ഒരു കുടുംബത്തിൻ്റെ സെക്യൂരിറ്റി എല്ലാം പ്രശ്നമാണ്. അവിടെയൊക്കെ അവർക്ക് അതിൻ്റേതായ ഇളവുകളുണ്ട്. ഇതൊക്കെ പൊതുതത്വമാണ് ഈ പറയുന്നത്, ഇതൊക്കെ പൊതുതത്വമാണ്. അല്ലാത്തടത്തുള്ള കാര്യങ്ങളൊക്കെ അത് ഏതിലും ഉണ്ടാവും, ഇസ്തിഥനുണ്ടാവും. അതിൽ നിന്ന്, ആ നിയമത്തിൽ നിന്ന്, പൊതു നിയമത്തിൽ നിന്ന് ഒഴിവാകുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകും. അതൊക്കെ ഇതിൽ നിന്ന് ഒഴിവാകും. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഒരാളെ മാറ്റി നിർത്തി പറയുമ്പോൾ അത് നമ്മളെ കുടുംബത്തിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ഒരാളെ കുറ്റമായിട്ട്, ഒരാൾക്ക് ഗീബത്ത് പറയാനായിട്ട്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ എടുക്കുകയാണ്. വീട്ടിൽ ഒരു സെർവൻ്റ് ഉണ്ട്. ആ സെർവൻറ്റിന് ഭാഷ ആ രാജ്യക്കാരൻ്റെ ഭാഷ അറിയുള്ളൂ. അപ്പോൾ ഞാൻ അയാളെ പറ്റിയിട്ട് ഇങ്ങനെ ഇയാളോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക, എന്ത് അവനറിയാത്ത ഭാഷയിൽ പറയാ. ആൾ വലിയൊരു ഗുണമുണ്ടായിട്ട് വരുത്തിയ ഒന്നുമല്ല, ഒന്നിനും കൊള്ളൂല. അപ്പോൾ അയാൾ ഗീബത്ത് ഇങ്ങനെ പറയാ. അങ്ങനെ അയാളെപ്പറ്റി ഇങ്ങനെ അപ്പോൾ അയാൾക്കും അത് മനസ്സിലാവൂല, ഇതെന്നെപ്പറ്റി എന്തോ പറയുകയാണോ എന്ന് അയാൾക്ക് തോന്നിയേക്കാം. ഇനി അയാൾക്ക് അങ്ങനെ തോന്നിയില്ല എന്ന് വിചാരിക്കുക, നമ്മളിവിടെ അയാളെ പറ്റിയിട്ട് പറയാൻ പാടില്ലാത്തതാണ്, ഗീബത്തായി മാറുന്നതാണ് പറയുന്നതെങ്കിലോ, അപ്പോൾ അതും ഇതിൽ പെടും എന്നൊക്കെ ഇതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായ വിശദീകരണങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മളിപ്പോൾ ഈ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഭാഷ, അതേപോലെ തന്നെ എഴുത്തിലൂടെ, സംസാരത്തിലൂടെ, ഇനി അതല്ല മറ്റൊരാൾക്ക് മനസ്സിലാകുന്ന, ഇന്നിപ്പോൾ ലുഗത്തുൽ ഇഷാറയുടെ കാലമാണ്. ലുഗത്തുൽ ഇഷാറ എന്നാണ് എന്താ? ആംഗ്യ ഭാഷ. കണ്ടിട്ടില്ലേ? സംസാരം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ അപ്പം തന്നെ ന്യൂസ് റീഡിങ്ങിൻ്റെ സമയത്ത് വരെ ചാനലുകളിൽ മറ്റേ ആൾ കൈ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടാവും. നമുക്കെന്തോ മനസ്സിലാവും? നമുക്കൊന്നും മനസ്സിലാവില്ല. അവിടെ അത് മനസ്സിലാകേണ്ട രണ്ടാളുണ്ട്, അറിയാത്ത നമ്മളും ഉണ്ടെങ്കിൽ അവർ പരസ്പരം എന്നെപ്പറ്റി പറയാൻ ഉദ്ദേശിച്ചുകൊണ്ട് അങ്ങനെ ആംഗ്യം കാണിക്കുകയാണെങ്കിൽ അതും തെറ്റാവും. അപ്പോൾ ഇവിടെ ഉദ്ദേശമാണ് പരിഗണിക്കപ്പെടുന്നത്. വേറൊരാളെ പറ്റി അയാളുടെ മനസ്സിന് വേദന ഉണ്ടാക്കുന്ന വിധത്തിലാണെങ്കിൽ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ പറഞ്ഞതിൻ്റെ ചുരുക്കം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിഷയവും സാമൂഹ്യ സൗഹാർദ്ദം തകരാതിരിക്കാൻ, സൗഹൃദാന്തരീക്ഷത്തിന് കോട്ടം വരാതിരിക്കാൻ ഇസ്ലാമികമായി പാലിക്കേണ്ടുന്ന, ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങളും നമുക്ക് ഓരോരുത്തരുടെയും ജീവിതത്തിൽ, അത് വീട്ടിലോ കുടുംബത്തിലോ നാട്ടിലോ മറ്റു ഘട്ടങ്ങളിലോ ഒക്കെ ഇത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുന്നത് ഒരു സമൂഹത്തിൻ്റെ കെട്ടുറപ്പിനും ഭദ്രതയ്ക്കും അവർ തമ്മിൽ നാളുകളോളമായി നിലനിൽക്കുന്ന സൗഹൃദാന്തരീക്ഷം കാത്തുസൂക്ഷിക്കുന്നതിനും അത് തകർന്നു പോകാതിരിക്കുന്നതിനുമൊക്കെ അനുപേക്ഷണീയമായ നിർബന്ധമായൊരു കാര്യമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. റഹ്മാനായ റബ്ബ് അവനിഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളും ജീവിതത്തിൽ മുറുകെ പിടിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപാകതകളും അബദ്ധങ്ങളും അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ജഅൽ ഹാദൽ ബലദ ആമിനൻ മുത്മഇന്ന വസായിറ ബിലാദിൽ ആലമീൻ.